കൂട്ടുകാരെ, സുഖമല്ലേ? അനുപമ അനുരാഗ് ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ എങ്ങനെയാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നതെന്ന് പലരും ചോദിച്ചിരുന്നു. അപ്പോൾ അതിനുള്ള മറുപടിയായിട്ട് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന രീതി പറഞ്ഞു തരാം. ഞാൻ ഇൻഷോട്ട് എന്ന ആപ്പിൽ നിന്നാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. ഞാൻ ഈ സൈഡിൽ ഞാൻ കൊടുത്തിരിക്കാം, അപ്പോൾ എൻ്റെ പിക്ചേഴ്സ് കൊടുത്തിരിക്കാം. നിങ്ങളത് നോക്കി ഉപയോഗിച്ചാൽ മതി. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പ്ലേ സ്റ്റോറിൽ പോയി എന്ത് ചെയ്യുക, ഇൻഷോട്ട് എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്ത് എടുക്കുക. അപ്പോൾ ഇങ്ങനെ ഇരിക്കും. ഇങ്ങനത്തെ ഒരു സിമ്പിളിലാണ് ഇൻഷോട്ട് എന്ന ആപ്പ് ഇരിക്കുന്നത്. നമുക്ക് ഇനി എങ്ങനെയാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഫോട്ടോ വീഡിയോ എന്നൊക്കെ പറഞ്ഞാൽ ഒരു സ്ക്വയർ രൂപത്തിൽ വരും. അതിൽ നമുക്ക് ഫോട്ടോ എഡിറ്റ് ചെയ്യാം, വീഡിയോ എഡിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഞാൻ വീഡിയോ ആണ് കൂടുതലായിട്ട് എഡിറ്റ് ചെയ്യുന്നത്. നമ്മളിതിൽ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഇങ്ങനെ നമ്മുടെ ഗാലറിയിലോട്ട് പോകും. നമുക്കപ്പോൾ ഇഷ്ടമുള്ള ഫോട്ടോയോ വീഡിയോയോ സെലക്ട് ചെയ്യാം. ഇതിലിപ്പോൾ ഇങ്ങനെ വരും. ഇതിൽ ക്യാൻവാസ് എന്ന് പറയുന്ന സിമ്പിൾ ഞങ്ങൾ കണ്ടായിരുന്നോ? അത് എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ വീഡിയോ ഏത് ടൈപ്പിൽ വേണോ നമുക്ക് വലുതാക്കി ചെറുതാക്കി അങ്ങനെയുള്ള പല 1.1 അങ്ങനെയുള്ള പല മോഡലിൽ നമുക്ക് ടിക്ടോക്കിലായാലും യൂട്യൂബിലായാലും ഷോർട്സ് അപ്ലോഡ് ചെയ്യണമെങ്കിലും അങ്ങനെ പല സൈസിൽ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയെ മാറ്റി നമുക്ക് എടുക്കാൻ പറ്റും. ഇതിൽ നമ്മൾ യൂട്യൂബിൽ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന യൂട്യൂബിൻ്റെ സിമ്പിൾ അതിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. നമുക്ക് നേരെ എന്ത് ചെയ്യാം, വീഡിയോ നമ്മുടെ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിലേക്ക് മാറ്റാൻ നമുക്ക് സാധിക്കും. അടുത്തത് ഓഡിയോയിൽ പ്രസ് ചെയ്താൽ എന്താണ്, ഓഡിയോ എന്ന് പറയുമ്പോഴേ അറിയാലോ നമ്മുടെ സൗണ്ട് ആഡ് ചെയ്യാനുള്ളതാണല്ലേ. അതിൽ പ്രസ് ചെയ്താൽ നമ്മുടെ മ്യൂസിക് വരും. അതുപോലെ നമുക്ക് നമ്മുടെ ഓൺ വോയിസ് കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യാം, അതിൽ പ്രസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഓൺ വോയിസ് കൊടുത്ത് നമുക്ക് നമ്മുടെ വീഡിയോയെ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾ ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കൂടി സംസാരിക്കും. ചിലപ്പോൾ നിങ്ങൾ എടുക്കുന്ന വീഡിയോയ്ക്ക് സൗണ്ടിൻ്റെ ക്ലാരിറ്റി കുറവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓൺ വോയിസ് കൊടുക്കാൻ പറ്റും അല്ലേ. അപ്പോൾ അതിൽ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ചെയ്യാം. അതുപോലെ അതിൻ്റെ തൊട്ടപ്പുറത്ത് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഒരു ടീയുടെ സിമ്പിൾ കാണാൻ സാധിക്കും. ആ ടീയിൽ ക്ലിക്ക് ചെയ്താൽ എന്താ, നമുക്ക് എന്ത് ടെക്സ്റ്റാണ് അതിൽ രേഖപ്പെടുത്തേണ്ടത്, നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലും ടെക്സ്റ്റ് അടയാളപ്പെടുത്തണം, ഏതെങ്കിലും സെൻറ്റൻസോ എന്തെങ്കിലും അടയാളപ്പെടുത്തണോ, എന്തെങ്കിലും അതിൽ നിങ്ങൾക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് നേരെ ടൈപ്പ് ചെയ്ത് നമ്മുടെ വലുതാക്കി ചെറുതാക്കി കളർ മാറ്റി അങ്ങനെ ഒരുപാട് ഫോണ്ട് സൈസൊക്കെ ഉണ്ട്. അതുപോലെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഫിൽറ്റർ ഉണ്ട് കേട്ടോ. ഫിൽറ്റർ നല്ല ഉപകാരമാണ് നമ്മുടെ വീഡിയോയ്ക്ക്. നമ്മുടെ ഫിൽറ്റർ ബ്ലാക്ക് ആൻഡ് വൈറ്റും പല മോഡൽ ഫിൽറ്റർ ഇപ്പോൾ എല്ലാവരും ഫിൽറ്ററൊക്കെ യൂസ് ചെയ്ത് ചെയ്യുന്ന. ഞാൻ കൂടുതലായിട്ട് ഫിൽറ്റർ യൂസ് ചെയ്യില്ല, എനിക്കത് ഇഷ്ടമില്ല. അപ്പോഴേ അങ്ങനെ ഫിൽറ്റർ യൂസ് ചെയ്ത് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ വീഡിയോയെ കുറച്ചുകൂടെ എന്ത് ചെയ്യാം, ഭംഗിയുള്ളതാക്കി മാറ്റാൻ സാധിക്കും. അതുപോലെ നമ്മുടെ പലതരത്തിലുള്ള വീഡിയോസിനെ എന്ത് ചെയ്യാൻ, നമ്മുടെ പല സെറ്റിങ്സ് ഉപയോഗിച്ച് നല്ല ഭംഗിയുള്ള വീഡിയോ ആക്കി എന്ത് ചെയ്യാൻ മാറ്റാൻ ഈ ഇൻഷോട്ട് എന്ന ആപ്പിൽ ഇവിടെ സാധിക്കും. സാധാരണ ഒരു യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഈ ഇൻഷോട്ട് എന്ന് പറയുന്ന ആപ്പ് വളരെയധികം ഹെൽപ്ഫുള്ളാണ് കേട്ടോ. വലിയ വലിയ യൂട്യൂബ്സൊക്കെ വേറെ നമുക്ക് എഡിറ്റിങ്സ് ഇതായിരിക്കും ഉപയോഗിക്കുന്നത്. നമുക്കിപ്പോൾ സാധാരണക്കാർക്ക് എന്ത് ചെയ്യണം, കമ്പ്യൂട്ടറും ലാപ്ടോപ്പും ഒന്നും ഇല്ലാത്തവർക്ക് വെറും ഒരു മൊബൈൽ ഫോൺ മാത്രം വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വീഡിയോസിനെ അടിപൊളിയാക്കി മനോഹരമാക്കാൻ സാധിക്കും. ലാസ്റ്റ് നിങ്ങളുടെ വീഡിയോ എല്ലാം ക്ലിയർ ആയി എന്ന് ഉറപ്പ് വരികയാണെങ്കിൽ നിങ്ങളതിൽ എക്സ്പോർട്ട് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യുക. എക്സ്പോർട്ട് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ സേവ് വരും. അങ്ങനെ ഓട്ടോമാറ്റിക്കലി സേവ് ആയിക്കോളും. അപ്പോൾ എൻ്റെ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ഓക്കെ, ടാറ്റാ, ബൈ, സീ യു.